ഇവിടെ നമുക്ക് ഓംലേറ്റ് കഴിക്കാൻ ഇതാ ഇതെന്നെ മോനോ കാണാം. ഇതിന് മരത്തക്കാളി, വഴുതനങ്ങ ഇല്ല കേട്ടാ, മരത്തക്കാളി എന്ന് പറയുന്നത്. നോക്കി പേരുന്നേട്ടാ സേതുരാമൻ. സേതുരാമൻ. എവിടെ സ്ഥലം? ഇവിടെ തന്നെയാണോ? നല്ല മിതശീതോഷ്ണമായ കാലാവസ്ഥ, നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ്, സ്ട്രോബെറി തോട്ടം, ഇതെല്ലാം സേതുരാമൻ എന്ന മനുഷ്യൻ്റെയാണ്. അടിപൊളി മനുഷ്യനാണ് കേട്ടോ, ഒരു രക്ഷയില്ല. നല്ല എല്ലാവരോടും കമ്പൈനായിട്ട് ഇങ്ങനെ ആളാണ് കേട്ടോ, ഒരു പാവം. തിന്നോ? അവിടെ ജാം മുക്കിട്ട് കളിക്കാം. അവിടെ ജാമില്ലേ, അത് കളിക്കാൻ അവിടെ കളിക്കാൻ മോളെ. അവിടെ ജാമിൽ കളിച്ചോണ്ടാ. ശ്രീദേവി എങ്ങനെയുണ്ട്? ഓക്കെ ഓക്കെ. അപ്പൊ അതിന്റെ ഒരു ഇതെടുക്ക്, ഞങ്ങളൊക്കെ ഞാൻ ചോദിച്ചു ഇല്ല, അതൊക്കെ ടേസ്റ്റ് കാണിക്കാം. അല്ല മുന്നേ രണ്ടെണ്ണം മേടിച്ചിരുന്നു കേട്ടോ, ഒരെണ്ണം ഞാൻ മേടിച്ചിരുന്നു. ബാക്കിയുള്ളവർ മേടിച്ചാൽ മതി. ജാമാണ് മേടിച്ചത്. മുക്കി കളിച്ച് പറയാൻ ടേസ്റ്റ് ഞങ്ങളുടെ ഒരു വീഡിയോ എടുക്കും. പേരിക്കെടുത്തോ ഞങ്ങളുടെ ഒരു വീഡിയോ എടുക്കും. ഞങ്ങളുടെ രണ്ടുപേരും കൂടി എങ്ങനെയുണ്ട് ടേസ്റ്റ്? എങ്ങനെയുണ്ട് പേരിക്കെടുത്തോ? ശരിയല്ലേ? പിന്നെ അവിടെ നിന്ന് പോയത് ഒരു ബ്യൂട്ടിഫുൾ തോട്ടത്തിലേക്കാണ് കേട്ടോ. നല്ല പൂക്കളും എല്ലാം ചേർന്നൊരു വല്ലാത്തൊരു ഫീല്. പഴയ ഒരു ഇതെന്നാ പറയുക, ഇങ്ങനെ കാറ്റത്ത് പറന്നകണ്ട ഒരു പൂവില്ലേ, അത് വെറൈറ്റി ആണ്. നല്ലൊരു, എനിക്ക് സത്യം നമ്മുടെ ഇവിടെ നിന്ന് കാണാറില്ല. പിന്നെ അവിടെയാണ് വട്ടവടയിലൊക്കെ ഉണ്ടാകുന്നത്, എല്ലായിടത്തും ഉണ്ടത്. ഞങ്ങൾ എല്ലാവരും അടിച്ച് പൊളിച്ച് കുറച്ച് താഴ്ന്നിട്ടാണ് പോയത്. എല്ലാവരും കൂടി അങ്ങോട്ട് ചെന്ന് അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ നിന്നാൽ നമുക്ക് വട്ടവട ഫുള്ളായിട്ട് കാണാം. എന്നാലേ ആ ഒരു താഴ്ചയാണെങ്കിലും അയാളുടെ ഒരു ഡെസ്റ്റിനേഷൻ ഭംഗിയാണ് കേട്ടോ. അത്യാവശ്യം ഭംഗി, ടോപ്പ് സ്റ്റേഷൻ ഒരു ഏരിയ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും കേട്ടോ. നിങ്ങൾക്ക് അത് കണ്ടാൽ മനസ്സിലാവും. പിന്നെ പലതരമായ ഫ്ലവറാണ് ഉണ്ടാക്കിയേക്കണത്. കുട്ടികൾക്ക് അടിച്ച് പൊളിക്കാട്ടോ അവിടെ. എന്തായാലും പാരഡൈസാണ് പുള്ളിയുടെ റിസോർട്ട്. ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തേക്കാം. അടിപൊളി കേട്ടാ. എന്തായാലും പുള്ളി അവിടെ പോയിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്ത് നമ്മളാ കേട്ടാ. മനസ്സിന് കുളിർമയേറിയ ഒരു കാലാവസ്ഥയും ഇതിനോട് ചേർന്ന ഒരു ദൃശ്യഭംഗിയമായ ഒരു സ്ഥലമാവുമ്പോൾ എന്താ കൊണ്ടും എന്ന് പറയാൻ പറ്റും കേട്ടാ. അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. വന്നവരെല്ലാം അടിപൊളി എന്ന് പറയണം. കുറച്ചും കൂടി അങ്ങോട്ട് പോയാലേ നമുക്ക് ജീപ്പിൽ റൈഡ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട്. പക്ഷേ നമ്മൾ അവിടെ ചെന്നാൽ ടൈം എടുക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾ തൽക്കാലം അടുത്ത പ്രാവശ്യത്തേക്ക് ആക്കി. എന്തായാലും അടിപൊളി ഏരിയ ആണ് കേട്ടോ. ഒരു സിംപ്ലി ഗുഡ്. കാഴ്ചക്ക് പ്രധാനമാകുന്ന രീതിയിലാണ് ഞങ്ങളുടെ യാത്ര. മനസ്സിന് കുളിർമ ചെയ്യുന്ന രീതിയിലും. എന്തായാലും അവിടുത്തെ ഫ്ലവറൊക്കെ ഒരു വെറൈറ്റി ഫ്ലവറാണ് കേട്ടോ. നമ്മുടെ ഈ ഏരിയയിലൊന്നും ഇല്ല. ചിലപ്പോൾ വിചാരിക്കും നിങ്ങൾ കൊണ്ടുവന്നാൽ ഇവിടെ നടാൻ പറ്റുമോ? ഇല്ല മക്കളെ, ഇവിടെ പിടിക്കൂല. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇവിടെ പോയേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതൊരു വല്ലാത്തൊരു പ്ലേസാണ്. ഒരു ശരിക്കും പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞ് നിങ്ങൾക്ക് തരാൻ പറ്റില്ല. അത് നിങ്ങൾ പോയി തന്നെ മനസ്സിലാക്കണം. ഇപ്പോൾ താഴത്ത് പോയിട്ട് മുകളിലേക്ക് വരാം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ
സെറ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കൂടെ ഇപ്പം അത്യാവശ്യം കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. നിങ്ങളാണ് ഫാമിലി ട്രിപ്പ് വന്നേക്കണം കേട്ടോ. ഓക്കെ.